രാജവംശം ഇന്ത്യ പിടിച്ചത് മുസ്ലിം ചക്രവർത്തിയെ തോൽപ്പിച്ചിട്ടാണ്. അങ്ങനെ സ്ഥാപിച്ചിട്ടുള്ള മുഗൾ രാജവംശം ലോകത്തിന്റെ കൊടുത്ത സംഭാവനയെന്ന അവർ ഇന്ത്യയിൽ ഒന്നും കട്ടുകൊണ്ടുപോയില്ല. ബ്രിട്ടീഷുകാരെ പോലെ ഇവിടെ കൊള്ളയടിച്ചില്ല. ബാബറും ഹുമയൂണും അക്ബറും ജഹാംഗീറും ഷാജഹാനും എല്ലാം ഈ രാഷ്ട്രത്തിനെ പുരോഗതിയുടെ ഭാഗത്തേക്ക് നയിച്ചു. എങ്ങനെ ഒരു രാഷ്ട്രം ഭരിക്കണം, സിവിൽ സർവീസ് എന്താണ്, വില്ലേജ് ഓഫീസ് എന്താണ്, തഹസിൽദാരുടെ ഓഫീസ് എന്താണ് എന്ന് ആദ്യമായിട്ട് ഇന്ത്യൻ ജനതയ്ക്ക് പറഞ്ഞു കൊടുത്ത മഹാനായ ചക്രവർത്തിയാണ് അക്ബർ ദ ഗ്രേറ്റ്. ആ ഭരണ സമ്പ്രദായ പ്രക്രിയയെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ് അക്ബർ നാമ. ഭരണം എങ്ങനെയായിരിക്കണമെന്ന് അക്ബറാ പഠിപ്പിച്ചത് ഇന്ത്യൻ ജനതയ്ക്ക്. ഈ അധികാര വികേന്ദ്രീകരണം മുഴുവൻ മുസൽമാന്റെ സംഭാവനയാകും. അക്ബർ പറയും പണ്ഡിതന്മാരെ വിളിച്ച്, ഇന്ത്യയിൽ ലോക പാണ്ഡിത്യമുള്ള രാജ്യമാണ് ഇന്ത്യ, ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കൂ ഈ ഗ്രന്ഥങ്ങളെ മുഴുവൻ. അബ്ദുൽ ഖാദർ ബൂദയാനി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ രാമായണം തർജ്ജമ ചെയ്തു പേർഷ്യൻ ഭാഷയിലേക്ക്. മഹാഭാരതം തർജ്ജമ ചെയ്യപ്പെട്ടു, ഭഗവത്ഗീത തർജ്ജമ ചെയ്തു, ഋഗ്വേദം തർജ്ജമ ചെയ്തു. അക്ബറിന്റെ പണ്ഡിത ശിരോമണികൾ പേർഷ്യൻ ഭാഷയിലേക്ക് പോയ ആ ഗ്രന്ഥങ്ങളെ പിന്നീട് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് അവിടുത്തെ പണ്ഡിതന്മാര് തർജ്ജമ ചെയ്തു. മുഗളന്മാരാണ് ഈ ഗ്രന്ഥം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത്. ഇവര് പറയുന്നത് പോലെയല്ല. ഷാജഹാന്റെ മകൻ ദാറാ ഷിക്കോ ലോക പണ്ഡിതൻ. ഷാജഹാൻ മകനെ വിളിച്ചു പറയും, നീ ഉപനിഷത്ത് തർജ്ജമ ചെയ്യേ, ലോകത്തിന്റെ ഏറ്റവും വലിയ വിജ്ഞാന ഗ്രന്ഥമാണത്. ഷാജഹാന്റെ മകനായ ദാറാ ഷിക്കോ ആണ് ഉപനിഷത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത്. സംഘപരിവാർ എന്തേ ഇത് പറയാത്തത്? ചരിത്രം വളച്ചൊടിക്കുകയല്ലേ. മുഗളന്മാർ ഏറ്റവും വൃത്തികെട്ടവർ, പ്രാകൃതർ, കിരാത ഭരണത്തിന്റെ വർത്താക്കൾ എന്നല്ലേ ഇവരെ ഇന്ത്യക്കാരോട് മുഴുവൻ പറയുന്നത്? അവർ രാജ്യത്തിനെ സാമ്പത്തികമായി മെച്ചപ്പെടുത്തി, സാമൂഹിക സമത്വം വരുത്തി, ഭരണഘടന സമ്പ്രദായത്തിനെ അധികാര വികേന്ദ്രണത്തിൽ അധിഷ്ഠിതമാക്കി. അക്ബറിന്റെ സേനാനായകൻ രാജാ ടോഡർമാൽ ക്ഷത്രിയനാണ്. അക്ബറിന്റെ മന്ത്രിസഭയിൽ 12 അംഗങ്ങൾ, 9 പേരും ബ്രാഹ്മണന്മാരാ, 3 പേരാ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ. അക്ബർ ചക്രവർത്തി രാജസദസ്സിലേക്ക് കടന്നു വരിക ചന്ദനപ്പൊട്ടും സിന്ദൂരപ്പൊട്ടും തൊട്ടുകൊണ്ട്. അപ്പൊ ചോദിക്കും, എന്താ ഇങ്ങനെ വരുന്നത്? അപ്പൊ അദ്ദേഹം പറയും, എന്റെ രാജ്യത്തിലെ ഭൂരിഭാഗം പ്രജകളും ഹിന്ദുക്കളാ, അവരുടെ വിശ്വാസത്തിനെ ഞാൻ ബഹുമാനിക്കുന്നു. അവർ ഒറ്റ ഹിന്ദുക്കളെയും മതപരിവർത്തനം നടത്തിയിട്ടില്ല. ഈ രാജ്യത്തിനെ ബഹുമാനിച്ചു, ഇന്ത്യയുടെ വൈവിധ്യത്തിനെ ബഹുമാനിച്ചു. രാമായണത്തിനെയും ഭഗവത്ഗീതയെയും ഉപനിഷത്തിനെയും അവർ ബഹുമാനിക്കുക മാത്രമല്ല, അക്ബറും ഷാജഹാനും ദാറാ ഷിക്കോയൊക്കെ അത് പഠിച്ചു. ലോകപ്രശസ്ത സംഗീത സാമ്രാട്ട് ടിയാൻസൻ അക്ബറുടെ കൊട്ടാരത്തിലെ ഏറ്റവും വലിയ സംഗീതജ്ഞനായിരുന്നു. അദ്ദേഹം മധ്യപ്രദേശിലെ ഒരു ചെറിയ രാജ്യമായ റാവ എന്ന് പറയുന്ന രാജ്യത്തിലെ രാമചന്ദ്ര എന്ന് പറയുന്ന രാജാവിന്റെ സദസ്സിലെ സംഗീതജ്ഞനായിരുന്നു. അദ്ദേഹത്തിന്റെ പാട്ട് പ്രശസ്തമായപ്പോൾ ഇന്ത്യ ചക്രവർത്തി അക്ബർ അത് കേട്ടറിഞ്ഞു. അക്ബർ ദൂതനെ അയച്ചു ആ സംഗീത വിദുഷിയെ കൊണ്ടുവരാൻ. അങ്ങനെ മധ്യപ്രദേശിലെ രാജാവിന്റെ സമ്മതത്തോടുകൂടി ഈ രാമചന്ദ്ര എന്ന് പറയുന്ന സംഗീതജ്ഞൻ അക്ബറുടെ കൊട്ടാരത്തിൽ വന്നു. 60ാമത്തെ വയസ്സിൽ അക്ബർ അദ്ദേഹത്തിന്റെ സംഗീതം കേട്ട് വളരെയധികം ആഹ്ലാദചിത്തനായിട്ട് അദ്ദേഹത്തോട് അവിടുത്തെ ആസ്ഥാന സംഗീതജ്ഞനാകാൻ പറഞ്ഞു. ആ രാമചന്ദ്ര എന്ന് പറയുന്ന സംഗീതജ്ഞനാണ് ലോക സംഗീത സമ്രാട്ടായ ടാൻസനായത്. അക്ബർ പരിപോഷിക്കാത്ത കലയില്ല. ബിരിയാണി കഴിക്കാറില്ലേ, പുലാവ് കഴിക്കാറില്ലേ, കബാബ് കഴിക്കാറില്ലേ? തിരൂരൊക്കെ എല്ലാ ഹോട്ടലിലും കിട്ടും, എല്ലായിടത്തും കിട്ടും. പാരകണ്ണ ഹോട്ടലിൽ പോയാൽ നല്ല ബിരിയാണി കിട്ടും, കോഴി കിട്ടും. ആരാ ബിരിയാണി ഉണ്ടാക്കി തന്ന ഇന്ത്യയിൽ? മുഗൾ രാജവംശം. അവരാണ് ഈ ഭക്ഷണ രുചികൾ പരിചയപ്പെടുത്തിയത്. പേർഷ്യൻ ഭക്ഷണ രീതികളായതല്ല. മത്സ്യം കൊണ്ടുള്ള പുലാവ്, വെജിറ്റേറിയൻ പുലാവ്, മട്ടൺ കൊണ്ടുള്ള പുലാവ്, പേർഷ്യൻ ഭക്ഷണ രീതികളാണിത്. രേഖപ്പെടുത്തിയിട്ടുണ്ട് ചരിത്രത്തിൽ. അങ്ങനെ ബിരിയാണിയും കബാബും പുലാവും ഇന്ത്യക്കാരനെ കൊണ്ട് കഴിപ്പിക്കുന്നത് മുസ്ലിം സംസ്കാരത്തിന്റെ ഉജ്ജ്വലമായ സംഭാവനകളാണ്. അതിനെയാണ് ഇവർ നിഷേധിക്കുന്നത്. ഇവിടെ ഏത് ഹിന്ദു ബിരിയാണി കഴിക്കാത്ത ഹിന്ദുള്ളത്? RSS കാരനും കഴിക്കില്ലേ ബിരിയാണി? അപ്പൊ ഈ സംസ്കാരത്തിനെ ദുഷിപ്പിക്കുമ്പോൾ, ചരിത്രത്തിനെ വികൃതമാക്കുമ്പോൾ ഇതിനൊരു സാമാന്യ ബോധം വേണ്ടേ? ഗസൽ പാട്ട് ഇപ്പൊ അലോഷി ഇവിടെ പാടുന്നുണ്ട്. അലോഷി നല്ല ഗസൽ സംഗീതത്തിന്റെ ഒരു വിദ്വാനാണ്. ഗസൽ എവിടുന്നാ വരുന്നത്? ഈ ടിയാൻസനാ തുടങ്ങിയത്. ഇന്ത്യൻ ഗസൽ സംവിധാനത്തിന്റെ അധിപൻ
കവാലി മ്യൂസിക്, ഗസൽ മ്യൂസിക്, ജഗജീത് സിംഗും പങ്കജ് ഉദാസൊക്കെ ഇന്ത്യയിൽ ഗസൽ സംഗീതത്തിന്റെ ഏറ്റവും വലിയ പണ്ഡിതന്മാരായി മാറുമ്പോൾ ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ ഉസ്താദ് അല്ലാറ ഖാൻ, സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന തബലിസ്റ്റ്, ഇവരൊക്കെ ഇത് സംഭാവന ചെയ്തത് മുഗൾ രാജവംശത്തിന്റെ സംഭാവനയാണ്. ഗസൽ, കവാലി, ഇതെല്ലാം അങ്ങനെ വൈവിധ്യങ്ങളുടെ സമന്വയമാണ് ഇന്ത്യ. എന്നിട്ട് ഇതെല്ലാം സംഭാവന ചെയ്ത മുസൽമാനോട് പറയുക CAA നിങ്ങൾക്ക് മാത്രമില്ല, ബാക്കി എല്ലാവർക്കും ഉണ്ട് പൗരത്വം. ഇതെന്ത് ന്യായമാണ്? ഇതെന്ത് ചരിത്ര ധ്വംസനമാണ്? ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട തെരഞ്ഞെടുപ്പാണിത്. ഇപ്പൊ മിനിഞ്ഞാന്ന് പ്രകടന പത്രിക ഇറക്കിയിട്ട് ഒന്നും കൂടി പറഞ്ഞു മോഡി യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കും. CAA നിർത്തുന്നില്ല. ഇനി വരാൻ പോകുന്നുണ്ട് NRC, നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ്, അതും വരാൻ പോകുന്നുണ്ട്. ഈ എല്ലാവിധ സാംസ്കാരിക സംഭാവനകളും നൽകിയിട്ടുള്ള ഒരു വിഭാഗത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് ചരിത്രത്തിനെ വൈകൃതമാക്കിക്കൊണ്ട് പറയാൻ നിങ്ങൾ വേണ്ട, ക്രമേണ ക്രമേണ നിങ്ങൾ എവിടെ ആവശ്യമില്ലാത്തവരായി തീരും. ഈ ചരിത്രത്തിനെ മുഴുവൻ വികൃതമാക്കണം. 1780-കളിൽ 1790-കളിൽ ഒരു ബാപ്പയും മകനും ഇവിടെ പോരാട്ടം നടത്തി ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി. ആ ബാപ്പയും മകനുമാണ് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് അസന്നിഗ്ധമായ പോരാട്ടം നടത്തിക്കൊണ്ട് ആദ്യമായിട്ട് ബ്രിട്ടീഷുകാരന്റെ വെടിയുണ്ട ഏറ്റുമരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ചക്രവർത്തിയുടെ പേരാണ് ടിപ്പു സുൽത്താൻ. അദ്ദേഹത്തിന്റെ പിതാവ് ഹൈദർ അലി 1780-ലും ടിപ്പു സുൽത്താൻ 90-കളിലും ആ പോരാട്ടം നടത്തിയ വിപ്ലവ കഥകൾ നമ്മുടെ മുന്നിലുണ്ട്. ആ ടിപ്പു ബ്രിട്ടീഷുകാരനെ 1-ാം നമ്പർ ശത്രുവായിട്ട് കണ്ടു, വെടിവെച്ചു. ആദ്യം വെടിവെച്ച് ബ്രിട്ടീഷ് വെടിയുണ്ട ഏറ്റ ഒരൊറ്റ ചക്രവർത്തിയെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളൂ, അത് ടിപ്പു സുൽത്താനാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെട്ട ചക്രവർത്തിമാരിൽ പഴശ്ശിരാജ സ്വാതന്ത്ര്യ സമരമല്ല അദ്ദേഹത്തിന്റെ പ്രവിശ്യയിലെ കരം പിടിക്കുന്ന അധികാരത്തിന് വേണ്ടിയിട്ട് സമരം നടത്തിയത്. അദ്ദേഹവും വെടിയേറ്റ് മരിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ടിപ്പു സുൽത്താന്റെ പട്ടാളം കേന്ദ്രീകരിച്ചിരുന്ന സ്ഥലമാണ് സുൽത്താൻസ് ബാറ്ററി. ബാറ്ററി എന്ന് പറഞ്ഞ സൈന്യം കേന്ദ്രീകരിക്കുന്ന സ്ഥലം സുൽത്താൻ ബാറ്ററി. അതാണ് ഇപ്പം ഗണപതി വട്ടമാക്കണം എന്ന് പറയുന്നത്. ഇതൊക്കെ പഴയതിലേക്ക് പോവുക, എല്ലാ പഴയ നാമങ്ങളെയും തിരിച്ചു കൊണ്ടുവരിക. കൊങ്കനാട് രാജവംശവും കോട്ടയം രാജവംശവും ബ്രിട്ടീഷുകാർ വരുന്നതിന് ഒരു 400 കൊല്ലം മുമ്പ് വയനാട്ടിലേക്ക് കുടിയേറി പാർത്ത് ഈ പ്രദേശത്ത് തമ്പടിച്ചപ്പോൾ അവിടെ 12 തെരുവീതികൾ ഉണ്ടായിരുന്നു. ആ 12 തെരുവീതികൾ ജൈനമതക്കാരുടെ തെരുവീതികളാണ്. ഇപ്പോഴും ജൈനമതക്കാരുണ്ട്. ആ ജൈനമതക്കാർ ആ തെരുവീതികളെ വിളിച്ച പേരാണ് ഹഗ്ഗിന ഹൊഡ്ഡേ. ആ ഹഗ്ഗിന ഹൊഡ്ഡയാണ് അതിന്റെ കുറച്ചു കാലം മുമ്പ് സംസ്കൃതത്തിൽ അവർ ഗണപതി വട്ടം എന്ന് വിളിച്ചത്. ആ ഗണപതി വട്ടത്തിൽ കൊണ്ടുവരണമെന്ന് അപ്പൊ BJP പ്രസിഡന്റ് പറയുന്നു. അപ്പൊ എന്താ ഈ പഴയതിലേക്ക് പോകുന്നതിന്റെ അർത്ഥം? പുതിയത് ജനത ഓർക്കരുത്. ഗാന്ധിവധം പഠിപ്പിക്കാൻ പാടില്ല. നെഹ്റുവിനെ ചരിത്രത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യണം. മൗലാന ആസാദിനെ പഠിപ്പിക്കരുത്. മുഗളന്മാരെ പഠിപ്പിക്കരുത്. സർദാർ പട്ടേലിനെ പഠിപ്പിക്കാൻ പാടില്ല. ഒരു ഉജ്ജ്വലമായ ചരിത്രങ്ങളും ജനങ്ങളുടെ മസ്തിഷ്കത്തിൽ നിന്ന് വിസ്മൃതിയിലാഴുമ്പോൾ ഫാസിസ്റ്റ് ചരിത്രം അവർ പഠിക്കും. പുതിയ വർഗീയ ഇന്ത്യ, ഹിന്ദുത്വവാദ ഇന്ത്യയെ അവർക്ക് വാർത്തെടുക്കാമെന്ന് ഫാസിസ്റ്റുകൾക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് ഈ ചരിത്രം മുഴുവൻ ദുർവ്യാഖ്യാനിക്കുമ്പോൾ ആ ചരിത്ര ധ്വംസനത്തിനെതിരെ മതേതര ചരിത്രം, ഗാന്ധിജിയുടെ ചരിത്രം, ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള ചരിത്രം പഠിപ്പിക്കാനുള്ള രാഷ്ട്രീയ സ്വാതന്ത്ര്യം നേടിയെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്.